നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റേഴ്സായ നിഹാലും പ്രഗ്നാനന്ദയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളാണ് നടക്കാറുള്ളത്. കഴിഞ്ഞ വർഷം നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഇവർ തമ്മിൽ 10 ഗെയിമുകൾ നടന്നിരുന്നു. അതിലെ ആദ്യത്തെ ഗെയിം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊരു ബ്ലിറ്റ്സ് ഗെയിമാണ്. 3 മിനിറ്റും 2 സെക്കൻഡ് ഇൻക്രിമെൻറ്റുമാണ് ടൈം കൺട്രോൾ. ഈ ഗെയിമിൽ നിഹാൽ വൈറ്റ് സൈഡും പ്രഗ്നാനന്ദ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. ഇവിടെ നിഹാൽ C4 മുതലുകൊണ്ട് ഒരു പോണിനെ ഗ്യാമ്പിറ്റ് ചെയ്യുന്നു. എന്നാൽ പ്രഗ്നാനന്ദ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. E6 മുതലുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ ഗെയിം ക്വീൻസ് ഗ്യാമ്പിൻ്റെ ഡിക്ലൈൻഡ് വേരിയേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. വൈറ്റ് E3 മുതലുകൊണ്ട് ബിഷപ്പിന് ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം രണ്ടുപേരും കിങ് സൈഡിലേക്ക് കാസലിംഗ് ചെയ്യുന്നു. ഇവിടെ രണ്ടുപേരും ഓപ്പണിംഗ് മൂവുകൾ വളരെ വേഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗ്നാനന്ദയ്ക്ക് ഇനി 2 മിനിറ്റും 57 സെക്കൻഡും ബാക്കിയുണ്ട്. നിഹാലിനും അധികം കുറവില്ല, 2 മിനിറ്റും 52 സെക്കൻഡും ബാക്കിയുണ്ട്. ഇനി രണ്ടുപേർക്കും ഈ 2 ബിഷപ്പുകളാണ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. നിഹാൽ ബിഷപ്പിനെ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം B3 മൂവ് ചെയ്യുന്നു. പ്രഗ്നാനന്ദയ്ക്കും വേണമെങ്കിൽ ഇപ്പോൾ B6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിനെ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്നാൽ പ്രഗ്നാനന്ദ ഇപ്പോൾ ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നിഹാൽ ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്വയറാണ് കിട്ടിയിരിക്കുന്നത്. പ്രഗ്നാനന്ദയും ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം F5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ടോടെ കൊടുക്കുന്നു. ഇവിടെ നിഹാൽ ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്കോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D3ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ വേഗത്തിൽ ഒരു അറ്റാക്കാണ് പ്രഗ്നാനന്ദ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം ക്വീനിനെ കൂടെ വളരെ വേഗം അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ക്വീനിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കരുക്കൾ ഓരോന്നായി വൈറ്റിൻ്റെ കിങ് സൈഡിലേക്കുള്ള പ്രധാന സ്കോറുകളിലെ കൺട്രോളുകൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ കിങ് സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E2ലേക്ക് കൊണ്ടുവരുന്നു. ഇനി നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ നൈറ്റ് ഉപയോഗിച്ച് ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് G7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ നേടിയെടുക്കാനൊക്കെ ആയിരിക്കും വൈറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രഗ്നാനന്ദ ഇവിടെ വളരെ അഗ്രസീവായിട്ടാണ് കളിക്കുന്നത്. G5 മൂവ് ചെയ്തുകൊണ്ട് F4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ G4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് വരാനും സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്കിൻ്റെ കരുക്കൾ ഒരു സുനാമി പോലെ വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ H3 മൂവ് ചെയ്തുകൊണ്ട് ആ പോൺ മുന്നോട്ട് വരുന്നത് തടയാം. എന്നാൽ നിഹാൽ ഇപ്പോൾ H3 മൂവ് ചെയ്യുന്നില്ല. ആദ്യം റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോൾ G4 മൂവ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയ ശേഷം അടുത്ത നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ അവസരമുണ്ട്. അതുകൊണ്ടാവും പ്രഗ്നാനന്ദയും ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം A5 മൂവ് ചെയ്യുന്നു. വൈറ്റ് A4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് പ്രഗ്നാനന്ദയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു റിസ്കി മൂവ് വരാണ്. H5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ സ്വന്തം കിങ്ങിൻ്റെ സേഫ്റ്റി നോക്കുന്നില്ല. എങ്ങനെയും ഈ H5 ഓപ്പൺ ചെയ്യുകയും ക്വീനും ബിഷപ്പും ഉപയോഗിച്ച് ഇങ്ങനൊരു അറ്റാക്കിനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വൈറ്റ് നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സ്കോറിലേക്ക് ബ്ലാക്കിന് 3 പീസുകൾ വെച്ച് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് നിഹാൽ ക്വീനെ കൂടെ ആ ഡയഗണലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ F7ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം വൈറ്റ് ക്വീനെ A1ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ E5 സ്കോറിലേക്ക് വൈറ്റിന് 4 പീസുകളുടെ കൺട്രോൾ ആയിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് ക്വീനെ H6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് H4 മൂവ് ചെയ്ത ശേഷം നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിട്ടുണ്ട്. റൂക്കിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്കുമാണ്. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടായാലും വൈറ്റിന് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പ്രഗ്നാനന്ദ ആ നൈറ്റും ബിഷപ്പും എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ മുന്നോട്ട് പോയാണ്. H3 മൂവ് ചെയ്തുകൊണ്ട് G2ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ
ക്യൂവിനെ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ക്യൂവിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ സ്ക്വയറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് നിഹാൽ ഇപ്പോൾ പോണെ വെച്ച് പോൺ എടുക്കുന്നില്ല, പകരം G3 മൂവ് കൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഇപ്പോൾ പോൺ അറ്റാക്കിൽ നിന്നും ഒഴിവായെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഈ G2 സ്ക്വയർ ബ്ലാക്കിൻ്റെ കൺട്രോളായിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ H5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ ക്വീനെ F3ലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഇങ്ങനൊരു ചെക്ക്മേറ്റ് കൊടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ നിഹാൽ നല്ല ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. നിഹാലിന് 11 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രജ്ഞാനന്ദയ്ക്ക് 32 സെക്കൻഡുകൾ ബാക്കിയുണ്ട്. നിഹാൽ ഇവിടെ ക്വീൻ F3ലേക്ക് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവന്ന് F3 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റ് D4ലേക്ക് വന്നതോടെ വൈറ്റിന് ബിഷപ്പ് വെച്ച് E5ലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്കിനെ പോലെ വേണമെങ്കിൽ നൈറ്റ് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. എന്നാൽ പ്രജ്ഞാനന്ദ ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിനെ എടുക്കുന്നില്ല, പകരം ഈ F5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് കൊണ്ട് വൈറ്റിൻ്റെ ഈ 2 പോണുകൾക്കെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് നിഹാൽ ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോണിട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുണ്ടെങ്കിൽ ഈ G5 ഓപ്പൺ ആകും. അതുകൊണ്ട് തന്നെ ക്വീന് വെച്ച് ഇങ്ങനെ ഒരു ചെക്ക് വരാനും ഈ പോണിൻ്റെ സഹായത്തോടെ വീണ്ടും സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല, പകരം F3 മൂവ് കൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് G4 മൂവ് കൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. നിഹാലിന് 4 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രജ്ഞാനന്ദയ്ക്ക് 14 സെക്കൻഡുകൾ ബാക്കിയുണ്ട്. പ്രജ്ഞാനന്ദ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല, പകരം നൈറ്റ് ഉപയോഗിച്ച് F3യിലെ പോണെടുത്തുകൊണ്ട് ഒരു ചെക്ക് കൊടുക്കുന്നു. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. ഇപ്പോൾ കിങ്ങിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്കുണ്ട്. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ വെച്ച് G4ലെ പോണെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ് ഈ 2 സ്ക്വയറിലേക്ക് എവിടേക്ക് തന്നെ മാറിയാലും ഒരു ചെക്കോടുകൂടി ആ നൈറ്റിനോട്ട് എടുക്കാം. അല്ലാതെ ആ നൈറ്റിനെ സംരക്ഷിക്കുന്നതിനായിട്ട് കിങ് ഇപ്പോൾ F2ലേക്കാണ് മാറുന്നതെങ്കിൽ ഈ റൂക്കിന് G2ലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആദ്യം ക്വീനെ G2ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാം. ഇപ്പോൾ E1ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് ക്വീനെ വെച്ച് ആ നൈറ്റിനെ വെട്ടിയെടുക്കാം. ഇങ്ങനൊരു ഉദ്ദേശത്തിലൂടെയാണ് പ്രജ്ഞാനന്ദ ഇപ്പോൾ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിഹാലിന് 4 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും നിഹാൽ ഈ പൊസിഷനിലെ ഏറ്റവും ബെസ്റ്റ് മൂവ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റും ക്വീനും ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ ക്വീൻ ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്നും എവിടേക്ക് തന്നെ മാറിയാലും ബ്ലാക്കിന് ഈ നൈറ്റ് നഷ്ടപ്പെടും. പ്രജ്ഞാനന്ദ ഈ 2 പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീന് വെച്ച് G4ലെ പോണെടുത്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ നൈറ്റിന് ക്വീൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും ബ്ലാക്കിൻ്റെ കിങ്ങും ക്വീനും ഒരേ ഫയലിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ബ്ലാക്കിൻ്റെ നൈറ്റിന് ഈ G1 സ്ക്വയറിലേക്ക് കൺട്രോൾ ഉണ്ട്. എന്നാൽ നൈറ്റ് വെച്ച് ആ നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ നൈറ്റിനോട് നിന്ന് ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് വളരെ വേഗം തോൽക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഈ നൈറ്റിനോട് നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ആദ്യം ഒരു ചെക്കോട് കൂടി ആ നൈറ്റിനോട്ട് എടുക്കാം. റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റാണ്. അല്ലാതെ കിങ്ങിനെ മൂവ് ചെയ്യണമെങ്കിൽ ഒരു സ്ക്വയറേ ഉള്ളൂ, G1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് G7ലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് വേറെ എങ്ങോട്ടേക്കും മാറാൻ കഴിയില്ല. റൂക്ക് വെച്ചോ ബിഷപ്പ് വെച്ചോ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റാണ്. അതുകൊണ്ട് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എന്നാലും ആ ബിഷപ്പിനോട്ട് എടുത്ത് വീണ്ടും ചെക്ക് വരും. ഇനി എന്തായാലും റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ക്വീനെ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ഈ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിഹാൽ മറ്റൊരു രീതിയിൽ ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ആ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നില്ല, പകരം മറ്റൊരു രീതിയിൽ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് വരികയാണെങ്കിൽ
നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാവുന്നതാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്കിനിവിടെ മറ്റൊരു ട്രാപ്പിന് ശ്രമിക്കാമായിരുന്നു. അതായത് ഇപ്പോൾ ഈ നൈറ്റിനെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതിന് പകരം D7 നൈറ്റിനെ C5 കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിന് ഈ G1 കൺട്രോൾ ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. ബ്ലാക്കിനും നൈറ്റ് വെച്ച് വൈറ്റിൻ്റെ ബിഷപ്പിനോട് എടുക്കാം. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കാണ്. വൈറ്റ് റൂക്ക് വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ ഈ G5 നിന്നും മാറ്റാം. അല്ലാതെ ഈ ക്വീനെ ട്രാപ്പ് ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ G1 കൊണ്ടുവരികയാണെങ്കിൽ നൈറ്റ് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഇങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ വളരെയധികം ടൈം പ്രഷറിൽ കളിക്കുന്നുണ്ടാവും. പ്രജ്ഞാനതയുടെ മറ്റൊരു രീതിയിലാണ് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് നൈറ്റിനെ H4 മൂവ് ചെയ്യുന്നു. നിഹാൽ ഇവിടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ റൂക്കിനെ G1 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ G2 കൊണ്ടുവന്ന് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ നിഹാൽ ആ ക്വീനെ ട്രാപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് നൈറ്റിനായിട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പോൺ വെച്ച് റൂക്കിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്ക് വെച്ച് പോൺ എടുത്തുകൊണ്ട് വീണ്ടും ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനി ബ്ലാക്കിനിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീനെ വെച്ച് റൂക്കിനെ ഇട്ടേണ്ടി വരുന്നു. വൈറ്റ് കിങ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഈ മൂവുകൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇപ്പോൾ ഇൻക്രിമെൻറ്റിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഇനി രണ്ടുപേർക്കും 8 സെക്കൻഡുകൾ വീതം ബാക്കിയുണ്ട്. ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വൈറ്റിന് ഗെയിമിൽ വ്യക്തമായൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്കിന് ഇനി ഒരു ബിഷപ്പ് ഡെവലപ്പ് ആവാനുമുണ്ട്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ വൈറ്റിൻ്റെ E5 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. ബ്ലാക്ക് ആ പോണിനെടുക്കുകയാണ്. നൈറ്റ് വെച്ച് ആ പോണിനെടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പിനെ E2 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ F3 സ്ക്വയറിലേക്ക് ബ്ലാക്കിന് നൈറ്റ് വെച്ചും റൂക്ക് വെച്ചും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫോർക്കിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം C5 ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3 മൂവ് ചെയ്തുകൊണ്ട് പോൺ മുന്നോട്ട് വരുന്നത് തടയുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ കിട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് D4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം D5 പോണിനെ പാസ്ഡ് പോണാക്കി മാറ്റുന്നു. വൈറ്റ് ക്വീനെ E1 കൊണ്ടുവരുന്നു. ഇനി ക്വീനെ E5 കൊണ്ടുവന്ന് C5 പോണിനെ അറ്റാക്ക് ചെയ്യാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ C7 കൊണ്ടുവന്ന് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ക്വീൻ E5 വന്ന് ആ റൂക്കിനെതിരെയും പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് വരും. C6 ബിഷപ്പിനും കണ്ടുള്ളതുകൊണ്ട് ആ റൂക്കിനെ തിരിച്ചു പോകേണ്ടി വരും. അല്ലാതെ B6 മൂവ് ചെയ്യുകയാണെങ്കിൽ A8 റൂക്ക് അറ്റാക്കിലാവും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ E5 കൊണ്ടുവന്ന് C5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഗെയിം പൂർണ്ണമായും വൈറ്റിൻ്റെ കൺട്രോളിലായതുകൊണ്ട് തന്നെ നിഹാൽ വളരെ വേഗത്തിലാണ് മൂവുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കുന്നില്ല. പകരം ക്വീൻ വെച്ച് C5 പോണിനെ എടുത്തുകൊണ്ട് D4 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇനി നിഹാലിന് 7 സെക്കൻഡും പ്രജ്ഞാനതയ്ക്ക് 3 സെക്കൻഡും മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ബ്ലാക്കിന് ഇവിടെ ഉണ്ടായിരുന്ന C5 പോൺ കൂടെ നഷ്ടമായതോടെ ബിഷപ്പിനായിട്ട് ഈ ഡയഗണൽ കൂടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ചെക്ക് വരികയും ക്വീനും ബിഷപ്പ് വെച്ച് വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഈ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെന്ന് കരുതി പോണിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വൈറ്റിന് ആദ്യം ക്വീനെ G5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ഡയഗണൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കിങ്ങിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. റൂക്ക് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ F8 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H7 മൂവ് ചെയ്യാം. H7 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ H5 വന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. G8 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ H8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ക്വീന് വെച്ച് ചെക്ക് വരുമ്പോൾ കിങ്ങിനെ F8 മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പിനെ A3 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോഴും റൂക്ക് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ക്വീന് വെച്ച് റൂക്കിനെ വെട്ടി വീണ്ടും ചെക്ക് വരും. അതുകൊണ്ട് കിങ്ങിനെ E8 തന്നെ മാറ്റേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ G8 ഒന്ന് ചെക്ക് വരും. ഇപ്പോഴും F8 ബിഷപ്പിന് കൺട്രോളുകൊണ്ട് റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കിങ്ങിന് D7 മാറേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ചെക്കോട് കൂടി റൂക്കിനെ വെട്ടി എടുക്കുന്നതിനാണ് നല്ല മൂവ്. ഇവിടെയും ഇപ്പോൾ കിങ്ങിന് 2 ഓപ്ഷനേ ഉള്ളൂ. എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യാം. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ് ലക്ഷ്യം.
അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയാലും കിങ്ങിന് പോയി ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മെറ്റ് ആകുകയും ചെയ്യും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇപ്പോൾ വൈറ്റ് D4 പോണവരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ്. ആ പോണിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മെൻറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്ക് ആ പോണിനെ റൂക്ക് പോയി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ D8 കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് നേരത്തെ കണ്ട പോലെ കിങ്ങിന് വെച്ച് ചെക്ക് കൊടുക്കാനോ ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക്മെറ്റ് ചെയ്യാനോ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ ഡയഗണൽ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിങ്ങിന് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതോടെ വൈറ്റിൻ്റെ ക്വീൻ ട്രാപ്പിലാകുകയും ബ്ലാക്കിന് ശക്തമായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും ആ ഗെയിം വിജയിക്കാനും കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല, ബിഷപ്പ് വെച്ച് D4 പോണെ വെട്ടിയെടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ F5 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ B6 കൊണ്ടുപോയി ബ്ലാക്കിൻ്റെ റൂക്കിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ പ്രഗ്നാനന്ദയ്ക്ക് 4 സെക്കൻഡുകളും നിഹാലിന് 8 സെക്കൻഡും ബാക്കിയുണ്ട്. പ്രഗ്നാനന്ദ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് റൂക്കിനെ D7 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് നിഹാൽ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇപ്പോൾ വൈറ്റ് ക്വീൻ വെച്ച് ആ പോൺ ഇട്ടുകയാണെങ്കിൽ ഈ ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് പോൺ എടുക്കുന്നില്ല, പകരം കിങ്ങിനെ F3 കൊണ്ടുവരുന്നു. ബ്ലാക്ക് കിങ്ങിനെ F7 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ E3 കൊണ്ടുവന്ന് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് പ്രഗ്നാനന്ദ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. F3 മൂവ് ചെയ്യുന്നു. നിഹാൽ ബിഷപ്പിനെ F2 കൊണ്ടുവന്ന് ആ പോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി ബ്ലാക്കിന് ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ആ പോണിനെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D2 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ബിഷപ്പിനെ നേടിയെടുക്കാനോ അവസരമുണ്ട്. അതുകൊണ്ട് നിഹാൽ ഇപ്പോൾ ഈ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല, പകരം നിഹാലും ഇവിടെ ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. H4 മൂവ് കൊണ്ട് ആ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ പ്രഗ്നാനന്ദ അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. C5 മൂവ് കൊണ്ട് ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ബിഷപ്പ് അറ്റാക്കിലായിരിക്കുകയാണ്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് F2 മൂവ് കൊണ്ട് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വൈറ്റിന് ആ പോണിനെ തടയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പോണിന് പകരം ബിഷപ്പിനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. അങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നിഹാൽ ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോണിനെ എടുക്കാനോ അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാനോ ശ്രമിക്കുന്നില്ല, പകരം ക്വീനെ C7 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റിയ ശേഷം ക്വീനെ G3 കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ എപ്പോഴും രണ്ടുപേർക്കും 5 സെക്കൻഡുകൾ വീതമാണ് ബാക്കിയുള്ളത്. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് ഇവിടെ E5 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ഗെയിം ഏകദേശം പൂർണ്ണമായും വൈറ്റിന് അനുകൂലമായിട്ടാണുള്ളത്. വൈറ്റിനിവിടെ ആണെങ്കിൽ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ വേഗത്തിൽ ജയിക്കാൻ ശ്രമിക്കാമായിരുന്നു. അതായത് അടുത്ത മൂവിലാണെങ്കിൽ H5 മൂവ് കൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യാം. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ പോണിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. അല്ലാതെ റൂക്ക് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് F3 പോണിനെ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ റൂക്കിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ G5 മൂവ് ചെയ്യണം, അല്ലെങ്കിൽ G6 മൂവ് ചെയ്യണം. G5 മൂവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുക. ഇനി വൈറ്റിൻ്റെ കാര്യങ്ങൾ വളരെ ഈസിയാണ്. അല്ലാതെ കിങ്ങിനെ G6 മൂവ് ചെയ്യുകയാണെങ്കിലും ക്വീനെ G4 കൊണ്ടുവന്ന് വീണ്ടും ഒരു ഫോർക്കും ചെക്ക് തന്നെ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കിങ് H6 മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഫോർക്കും ചെക്ക് കൊടുക്കുക. അല്ലാതെ റൂക്ക് വെച്ച് ബ്ലോക്ക് ആണെങ്കിലും ക്വീന് വെച്ച് റൂക്കിനെ എടുക്കൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകാം. അതിനുശേഷം ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാനും ഈ റൂക്കിനെ കൂടെ നേടിയെടുക്കാനും കഴിയും. പിന്നീട് ഈ പോണുകളെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഇതിലേതെങ്കിലും ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്യാനും വൈറ്റിന് വിജയിക്കാനും കഴിയും. എന്നാൽ നിഹാൽ ഇപ്പോൾ H5 മൂവ് ചെയ്യുന്നില്ല, പകരം ആദ്യം തന്നെ ബിഷപ്പിനെ E3 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ ബ്ലാക്കിനും ഈ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ബ്ലാക്കും അത് ചെയ്യുന്നില്ല. ബ്ലാക്ക് ആദ്യം റൂക്കിനെ E2 കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ബിഷപ്പിനെ പിൻ ചെയ്യുന്നതിന് പകരം ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ F2 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോൺ അടുത്ത മൂവിൽ തന്നെ ക്വീനായിട്ട് മാറും. അല്ലാതെ ബിഷപ്പ് വെച്ച് പോൺ ഇട്ടിരിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് ബിഷപ്പിന് ഇട്ടിരിക്കുക. ഇതോടെ ഗെയിമിൽ വൈറ്റിനുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജും നഷ്ടമാകുകയും ചെയ്യും. എന്നാൽ ഇവിടെ ബ്ലാക്ക് റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ പിൻ ചെയ്തതോടെ വൈറ്റിന് വീണ്ടും ഗെയിമിൽ അഡ്വാൻറ്റേജ് ഇട്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട പോലെ ആ H പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു വൈറ്റിനിവിടെ നല്ല മൂവ്. എന്നാൽ നിഹാലിൻ്റെ ഭാഗത്തു നിന്നും
ഗെയിമിലെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. അതായത് ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ കിങ് വെച്ച് അറ്റാക്കുണ്ട്. നിഹാൽ ഇവിടെ ആ റൂക്കിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുത്തുകൊണ്ട് ഈ H5 സ്കോറൂടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനിനെ G4 കൊണ്ടുവരുന്നു. ഇനി ഈ കിങ്ങിൻ്റെ സഹായത്തോടെ റൂക്കിനെ വേണമെങ്കിൽ വെട്ടിയെടുക്കാം. അതിനോടൊപ്പം ഈ പോണിനെ ഇനി ഈസിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഈ ഉദ്ദേശത്തോടെ ആവും നിഹാൽ ഇപ്പോൾ ക്വീനെ G4 കൊണ്ടുവന്നത്. എന്നാൽ ഇത്രയും ടൈം പ്രഷർ ഉള്ളപ്പോഴും പ്രജ്ഞാനന്ദ നിഹാലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു മിസ്റ്റേക്ക് തിരിച്ചറിയാണ്. പ്രജ്ഞാനന്ദയുടെ അടുത്ത മൂവോടെ നിഹാലിന് ഗെയിം പൂർണ്ണമായും നഷ്ടമാകുകയായിരുന്നു. ബ്ലാക്ക് ഇവിടെ റൂക്കിനെ F4 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഫോർക്കും ചെക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റിന് ആ റൂക്കിനെ വെട്ടേണ്ടി വരികയാണ്. ക്വീന് വെച്ച് റൂക്കിന് വെട്ടേണ്ടി വരുന്നു. പ്രജ്ഞാനന്ദ പോൺ വെച്ച് ക്വീന് എടുത്തോടെ നിഹാൽ തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെതിരെ അറ്റാക്കുണ്ട്. ബിഷപ്പ് പിന്നിങ്ങിലായത് കാരണം ബിഷപ്പ് വെച്ച് പോൺ വെട്ടാനോ അല്ലെങ്കിൽ അറ്റാക്കിൽ നിന്ന് മാറാനോ പറ്റില്ല. ഇനിയിപ്പോൾ കിങ് വെച്ച് പോൺ എടുക്കുകയാണെങ്കിലും ബ്ലാക്കിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ എന്തായാലും ബിഷപ്പ് വെച്ച് തിരിച്ചെട്ടേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കുക. ഇനി വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ ബ്ലാക്കിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. അത് മനസ്സിലായിക്കൊണ്ടാണ് പോൺ വെച്ച് ക്വീനെ വെട്ടി ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നപ്പോൾ തന്നെ നിഹാൽ തോൽവി സമ്മതിച്ചത്. ഗെയിമിൻ്റെ അവസാനം വരെയും നിഹാലിന് വിജയസാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഗെയിമിൻ്റെ അവസാനം സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് നിഹാലിന് ഈ ഗെയിം തോൽക്കേണ്ടി വന്നത്. ഇവർ തമ്മിൽ തുടർച്ചയായിട്ട് കളിച്ച 10 ഗെയിമുകളിലെ ആദ്യത്തെ ഗെയിം മാത്രമാണിത്. രണ്ടാമത്തെ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. ആ ഗെയിമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.